ഉടനെ സമരം വരും അങ്ങനെയൊക്കെ. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടന്റെ പടങ്ങൾ വരുന്നത്. അല്ലല്ല ചോദ്യം. അതെ അതെ. അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻ ചേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു റീല് കണ്ടായിരുന്നു. അതില് ധ്യാൻ ചേട്ടൻ തന്നെ ധ്യാൻ ചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ല, ആ റീലിന്റെ കൺസെപ്റ്റ് അതാണ്, ഒരു പടക്കം തോളിലിട്ടുകൊണ്ട് വരുന്നത്. മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാലും അപ്പൊ കേറും. നിങ്ങളോ? ഞങ്ങൾ മീഡിയ ടീം. നിങ്ങൾ എത്ര പടം എന്റെ ഓടി? ചേട്ടാ 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 പരിപാടി ഞാൻ ഈ പരിപാടി കുറച്ചു നേരം ഇവരെ കാണുന്നതാണ്. ചേട്ടനിപ്പോ നിങ്ങൾ കാരണം എന്റെ ഓടിയ ഒരു പടം പറഞ്ഞാലും എനിക്ക് പറഞ്ഞ എന്റെ കൊള്ളാമത്ത ഒരു പടം നിങ്ങൾ കാരണം നീ കാരണം ഓടിച്ചു പറഞ്ഞു. നല്ലൊരു തിരക്കഥയുള്ള പടം ഓടിയിട്ടുണ്ട്. നല്ലൊരു തിരക്കഥയുള്ള പടം ഓടിയിട്ടുണ്ട്. ഏത് ചേട്ടൻ ഏത് നല്ല തിരക്കഥ പൊട്ടിയ പടം പറ. പൊട്ടിയ പടം പറ. നീ തോറ്റുപോയി ചേട്ടാ. ചേട്ടാ കപ്പൽ മുതലാളി ഇപ്പൊ 21 ഗ്രാംസ് വന്നു. അല്ലല്ല, കപ്പൽ മുതലാളി ഞാൻ പറയട്ടെ. നിങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ ചോദ്യം ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ചോദ്യം ഫിനിഷ് ചെയ്തോട്ടെ. അതായത് കപ്പൽ മുതലാളി താരതമ്യേന നല്ല പടമാണ്. നിനക്ക് ഇഷ്ടമാണ്, നിന്റെ ഇഷ്ടം. എന്റെ ഇഷ്ടം എനിക്ക് ഇഷ്ടമില്ല പടം. പക്ഷെ 21 ഗ്രാംസ് താരതമ്യേന നല്ല പടം. ബോക്സ് ഓഫീസ് ഹിറ്റ് ആണെന്നല്ല പറയുന്നത്. കപ്പൽ മുതലാളി ബോക്സ് ഓഫീസ് ഹിറ്റ് അല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല. ഞങ്ങളുടെ പോയിന്റ് ഒന്ന് കേക്ക്. ഇപ്പൊ തന്നെ ഞാൻ പറയാം. കുറച്ചേരം എല്ലാരും അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥയുള്ള സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല. പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ വരാത്ത പടങ്ങൾ ഒരുപാട് ജയിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുള്ളൂ. പിന്നെ എന്റെ ഒരു അഭിപ്രായം, മലയാള സിനിമയുടെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ പറയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കില്ലാണ്ട് ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ്. അത് നിങ്ങള് പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസ് എ പ്രേക്ഷകൻ. മനസ്സിലാവുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും. അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടെന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ ഒരു സിനിമാക്കാരനാവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ്. ഇപ്പൊ കപ്പൽ മുതലാളി കഴിഞ്ഞ എത്ര നായക വേഷം രമേഷ് പിഷാരടി കിട്ടി? കപ്പൽ മുതലാളി കഴിഞ്ഞു, എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാരടി ചേട്ടന്? സൈഡ് റോളിലോട്ട് പോയില്ലേ? പക്ഷെ ചേട്ടന് എത്ര പടം പൊട്ടിയിട്ടും പടം കിട്ടുന്നുണ്ട്. നിനക്ക് ഇതിന്റെ പെറിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നത്? പറ, ഇത്രയും നീ പറഞ്ഞില്ല, അത് കൂടെ പറ. ഒരു പ്രൊഡ്യൂസർ ഇരിക്കുന്നു പറയാൻ പറ്റില്ല. അല്ല പറ, നീ പറഞ്ഞോ. അതായത് ചേട്ടന്റെ കമന്റ്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുന്നുണ്ട്. ഞാനതല്ല വെളുപ്പിക്കുന്നത്. എനിക്ക് അക്കൗണ്ടിലാണ് ഇതൊന്നും അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം? ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാകുന്നുണ്ടോ? അപ്പൊ എന്റെ പടം ഏതോ നഷ്ടമായിട്ടില്ലേ? എല്ലാരും വെളുപ്പിച്ചില്ലേ? പൈസ എല്ലാം വന്നില്ലേ? ഡയറക്ടർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വായിച്ചു നോക്കാതെ ഒന്നല്ല ഒരു സിനിമ ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോ അങ്ങനെ അത്രയും സിനിമ ഇവിടെ ഇറങ്ങുന്ന അത്രയും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല. 150 സിനിമ ഇറങ്ങുന്നുണ്ട്. 12 മാസമല്ലേ ഉള്ളൂ. 365 ദിവസമുള്ളൂ. 150 ദിവസമൊക്കെ ആൾക്കാർക്ക് സിനിമ കണ്ടുണ്ട്. അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട്. എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരിയും മണ്ണെണ്ണയും കാറും എല്ലാം ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാടെണ്ണം ഇറങ്ങുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളുണ്ട്. ഓരോ 2 മാസം ഇടവിട്ട് നീ ഹൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടൽ തുറക്കും, ഹോട്ടൽ കൂട്ടും, കട തുടങ്ങും. അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പലതും വരും, പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും. ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നത് കൊണ്ടും ധ്യാന്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു 100 കോടി പടമൊന്നും അല്ല ധ്യാന്റെ പടം എന്ന് പറഞ്ഞ് വരുന്നതും ഇല്ല. നമുക്ക് ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ,
അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്തായാലും ഒരു സിനിമ ചെയ്യും. അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോൾ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനുള്ള സാധ്യതയില്ലെങ്കിൽ അവർക്കൊരു സിനിമ ചെയ്യണം എന്നുള്ളതൊരു ആഗ്രഹമാണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോട്ടെ, ലോട്ടറി എടുക്കുന്ന പോലെയാണ്. അതൊക്കെയാണ്. പക്ഷേ ആ പടത്തിന്റെ റിലീസിന് മുമ്പ് അതൊരു പടക്കമായിരിക്കുന്നത് മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു റീല് കാണിച്ചത് ശ്രീകാന്ത് വെട്ടിയാര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പടക്കം ഇട്ടുണ്ടാണോ നാളെ എന്റെ ഒരു ഗുണ്ട് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ. നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് ഇല്ലാത്ത വേദന എന്താണ് നിനക്ക്? നിങ്ങളെ നീ മാനിക വെച്ചാൽ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കുക, എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്തൂടെ. സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് മനസ്സിലായി. അല്ല, അതിനകത്ത് പൊട്ടുന്നല്ല പറയുന്നത്, പറയുന്നത് ആ റീലിനകത്ത് പറയുന്നത് എന്താ, ഈ പടക്കം പൊട്ടില്ല. ഒരുപാട് പേരെ സ്വപ്നമാണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കണ്ടുകൂടെ, അത്രേ ഉള്ളൂ ചോദ്യം. ഇവിടെ ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാരം തുടങ്ങണം, അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നത്. എല്ലാവർക്കും ആ സിനിമ ആരുടെയെങ്കിലും ഒക്കെ ഒരാളുടെ അല്ല. ഞാൻ സിനിമയെ എങ്ങനെയാണ് കാണേണ്ടത്, ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത്, നീ എനിക്ക് പഠിപ്പിച്ചിരണം. അല്ലല്ല, സിനിമയെ കുറിച്ച് എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് ഉണ്ട്. നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത്? നീ കണ്ടൂടെ? അത് നിനക്ക് ഇത്രയും ആൾക്കാർ ഇരിക്കെ പ്രസ് മീറ്റിൽ നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത്? അതേ സീരിയസ്നെസ്സോടെ ഞാൻ ജോലി ചെയ്യുന്നു. ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി. നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ, നിർത്ത്, ഒരു സെക്കൻഡ് നിർത്ത്. നീ ഒരു വാഗ്വാദത്തിന് വന്നല്ലോ? അല്ലല്ലോ. നീ പറഞ്ഞത് ആവശ്യമില്ലാത്ത നീ ചെയ്ത പോലെ തന്നെ അവന് ഒരു ഇതായിട്ട് ചോദിക്കുന്നത്. ഞാൻ സീരിയസ് ആവണോ, ഞാൻ എന്താവണമെന്നുള്ളത് നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ മോനെ. ഒരു സെക്കൻഡ്, അതായത് സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട്, സിനിമ പൊളിയുന്നു. ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. മോനെ സമരത്തിലേക്ക് പോകണമെന്ന് ഞങ്ങളല്ല. പറഞ്ഞിട്ട് നീ പറഞ്ഞിട്ട് പോയാ അല്ലല്ലോ. നമ്മള് ഈ പറയുന്ന ഇത്രയും ആൾക്കാർ, നീ ഇപ്പൊ ആലോചിച്ച് നോക്ക്. ഞാൻ സീരിയസ് ആയിട്ട്, അത് വളരെ പേഴ്സണൽ ആണ് നീ ചോദിച്ച കാര്യം. ഞാൻ ചോദിച്ച അത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മിനിറ്റ് സഹോദരൻ. അപ്പൊ ഞാൻ പറയല്ലേ, നീ കേക്ക്. നീ ഒരു ചോദ്യം ചോദിച്ചില്ലേ, നിങ്ങൾക്ക് കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ടോ? ഞാൻ മറുപടി പറഞ്ഞിട്ടെ. ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം, ഞാൻ എങ്ങനെ സിനിമനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് ഇത് പറഞ്ഞു തരുന്നു. ഒരിക്കലും നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടായിരുന്നു പറയാൻ? എന്ത് പ്രൂഫ് ഉണ്ട്? നീ പറയുന്നതിന്? യൂട്യൂബിൽ കമന്റ് ചെയ്ത ആൾക്കാരാണ് പറഞ്ഞിട്ടല്ലേ? നിനക്ക് എന്തെന്ന് അറിയാമോ ഇതിനെ കുറിച്ച്, സിനിമയെ കുറിച്ച്? അപ്പൊ മിണ്ടരുത്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക. അവനെ നിങ്ങൾ കുറഞ്ഞതല്ലേ? എടാ എന്തുകൊണ്ടായിരിക്കും ഇത്ര സിനിമ എന്നറിയാമോ? ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക. വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. വെറുപ്പിക്കരുത്. ഇവിടെ വേണ്ടത് സിറ്റ് പടം ചെയ്യുക, ഇതൊന്നുമല്ല. അച്ചടക്കം, മര്യാദ, എവിടെ എന്ത് സംസാരിക്കണമെങ്കിലും വെറുപ്പിക്കാതിരിക്കുക. നീ ഇത്രയും ആൾക്കാര് പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു, എന്നെ വെറുപ്പിച്ചു. ഇത്രയും ആൾക്കാര്, നിനക്ക് ഒരു വില ഞങ്ങളെടുത്തുണ്ടോ? ഒന്നുമില്ലല്ലോ. നീ ഇത്ര തവണ ഞാൻ കുഴപ്പമില്ല. ഇതിനെയും അതിന്റേതായ രസത്തിൽ തന്നെ എടുത്താൽ മതി മോനെ. കുഴപ്പമില്ല, ചോദിച്ചോ. മതി. നിന്നോട് ഉത്തരം പറയാനില്ല.